ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠത്തിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എക്സിന്റെ വാല്യൂസ് അഥവാ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന്. ഇവിടെ എക്സിന്റെ പവർ അഥവാ കൃതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്റെ കൂടെയുള്ള എക്സിന്റെ പവർ എത്രയാണ് അഥവാ കൃതി എത്രയാണ്? 2 ആണ്. ബിന്റെ കൂടെയുള്ള എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങളിൽ എക്സിന്റെ ഏറ്റവും കൂടുതൽ പവർ അഥവാ കൃതി എന്നത് 2 ആയിരിക്കണം. ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. അഥവാ വർഗത്തികവ്. രണ്ടാമത്തെ മെത്തേഡാണ് യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിന് 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഗിവൺ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഇസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ദെൻ ദീസ് ആർ ദ ഫോളോയിങ് സ്റ്റെപ്സ് ഫോർ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഒരു രണ്ടാം കൃതി സമവാക്യമാണ്. വർഗത്തികവ് ചെയ്യാനുള്ള വഴികൾ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഐസൊലേറ്റ് സി ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ. സിനെ സമവാക്യത്തിന്റെ വലതുഭാഗത്തേക്ക് ആക്കുക. ഇവിടെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം എങ്ങനെയാണ് എഴുതുക? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇനി ഈ സിയെ ഇക്വേഷന്റെ അഥവാ സമവാക്യത്തിന്റെ വലതുഭാഗത്തേക്ക് ആക്കാം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന രൂപത്തിലാക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡിവൈഡ് ആൾ ടേംസ് ബൈ എ അൺലെസ് എക്സ് സ്ക്വയർ ഹാസ് നോ കോഎഫിഷ്യന്റ്. എല്ലാ പദങ്ങളെയും എ കൊണ്ട് ഹരിക്കുക. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എല്ലായ്പ്പോഴും 1 ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഇക്വേഷൻ മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ എക്സ് സ്ക്വയർ ബൈ എ, ബി എക്സ് ബൈ എ, സി ബൈ എ എന്ന് കിട്ടും. എ ബൈ എ എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആയി. പ്ലസ് ബി ബൈ എ എക്സ് ഈക്വൽ ടു സി ബൈ എ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇക്വേഷൻ ചേഞ്ചസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി. റീറൈറ്റ് ദ വാല്യൂസ് ഓഫ് എ, ബി ആൻഡ് സി. പുതിയ സമവാക്യത്തിന്റെ എ, ബി, സി എന്നിവ എഴുതുക. ഇവിടെ നമുക്കൊരു പുതിയ സമവാക്യമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എനെ നമ്മൾ ബി എന്ന് സൂചിപ്പിക്കുകയാണ്. ബി എക്സ് ഈക്വൽ ടു സി ബൈ എനെ സി. അപ്പോൾ ഇവിടെ നമുക്ക് എ 1 ആയിട്ടുണ്ടാവും, ബി എന്ന് പറയുന്നത് ബി ബൈ എ ആയിട്ടുണ്ടാവും, സി എന്ന് പറയുന്നത് സി ബൈ എ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്റെയും ബിന്റെയും സിന്റെയും പുതിയ വാല്യൂസ് എടുത്തെഴുതുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ആഡ് ബി ബൈ 2 ഹോൾ സ്ക്വയർ ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ. സമവാക്യത്തിന്റെ രണ്ട് ഭാഗത്തും ബി ബൈ 2 ഹോൾ സ്ക്വയർ കൂട്ടുക. എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ
ഈക്വൽ ടു ഇനി സിന്റെ കൂടെയും b/2 ഹോൾ സ്ക്വയറിനെ കൂട്ടണം. സി പ്ലസ് b/2 ഹോൾ സ്ക്വയർ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ്, റീറൈറ്റ് ദ ഇക്വേഷൻ ആസ് എക്സ് പ്ലസ് b/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി പ്ലസ് b/2 സ്ക്വയർ. സമവാക്യത്തിനെ എക്സ് പ്ലസ് b/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി പ്ലസ് b/2 സ്ക്വയർ എന്ന് മാറ്റി എഴുതുക. എങ്ങനെയാണ്? എക്സ് പ്ലസ് b/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി പ്ലസ് b/2 സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് b/2 ഈക്വൽ ടു ഈ സ്ക്വയറിനെ ഇക്വേഷന്റെ അഥവാ സമവാക്യത്തിന്റെ വലതുഭാഗത്തേക്ക് ആക്കുമ്പോൾ എന്ത് വരും? അത് റൂട്ട് ആവും. സി പ്ലസ് b/2 സ്ക്വയർ എന്നാവും. ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്ലസ് സൈന് ഈക്വൽ ടുവിന്റെ എതിർവശത്ത് വരുമ്പോൾ മൈനസ് ആണ് ആവുക. മൈനസ് സൈന് ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. ഇനി ഗുണനം ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്ക് വരുമ്പോൾ ഹരണം. ഹരണം ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്ക് വരുമ്പോൾ ഗുണനം. സ്ക്വയർ ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്ക് വരുമ്പോൾ റൂട്ട് ആവും. റൂട്ട് ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ആവും. ഈ കാര്യങ്ങൾ ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്ക് വന്നപ്പോൾ എന്തായി? റൂട്ടായി. എക്സ് ഈക്വൽ ടു ഇനി ഈ പ്ലസ് b/2 ഇക്വേഷന്റെ എതിർവശത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് b/2 സ്ക്വയർ റൂട്ട് ഓഫ് സി പ്ലസ് b/2 ഹോൾ സ്ക്വയർ മൈനസ് b/2. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സ്ക്വയർ റൂട്ട് കഴിഞ്ഞ് വരുന്ന വാല്യൂ എപ്പോഴും പ്ലസ് ഓർ മൈനസ് ആയിരിക്കണം. അതായത് √4. എന്താണ് √4ന്റെ ഉത്തരം? 2. ഈ 2 പ്ലസ് 2 ആവാം, മൈനസ് 2 ആവാം. അപ്പൊ നമ്മൾ എപ്പോഴും റൂട്ട് കഴിഞ്ഞ് ഉത്തരം കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് 2 എന്നാണ് എഴുതുക. √9 എത്രയാണ് ഉത്തരം? പ്ലസ് ഓർ മൈനസ് 3. ഇനി √36 36ന്റെ റൂട്ട് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 6. ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ടിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് കാണുക? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സി പ്ലസ് b/2 ഹോൾ സ്ക്വയർ മൈനസ് b/2. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 5x സ്ക്വയർ പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0 യൂസിംഗ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ട് 5x സ്ക്വയർ പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0 എന്ന രണ്ടാം കൃതി സമവാക്യത്തിന്റെ എക്സ് കാണുക. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുത്തെഴുതാം. 5x സ്ക്വയർ പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ സി ഇതിനെ നമ്മൾ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് സി ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ സിനെ ഇക്വേഷന്റെ വലതുഭാഗത്തേക്ക് ആക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 5x സ്ക്വയർ പ്ലസ് 25x ഈക്വൽ ടു മൈനസ് 120 ഈക്വൽ ടുന്റെ എതിർവശത്ത് വരുമ്പോൾ എന്താകും? പ്ലസ് 120. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ 5 കൊണ്ട് ഇക്വേഷൻ ഉടനീളം ഡിവൈഡ് ചെയ്യും അഥവാ ഹരിക്കണം. അതായത് 5x² / 5 പ്ലസ് 25x/5 ഈക്വൽ ടു 120/5. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? 5/5 x² പ്ലസ് 25/5 എത്രയാണ്? 5. 5x ഈക്വൽ ടു 120/5 എത്രയാണ്? 24. ഇപ്പോൾ ഇക്വേഷൻ നമുക്ക് x² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോർമാറ്റിൽ കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മുടെ പുതിയ ഇക്വേഷന്റെ a, b, c എന്നിവ എഴുതാം. a എത്രയാണ്? 1. b എത്രയാണ്? 5. c എത്രയാണ്? 24. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? പുതിയതായി കിട്ടിയ ഇക്വേഷന്റെ ഇരുവശങ്ങളിലും b/2² ആഡ് ചെയ്യണം അഥവാ കൂട്ടണം. ഇവിടെ b എത്രയാണ്? 5. ആദ്യം തന്നെ b/2² എന്ന് പറയുന്നത് എങ്ങനെ വരിക? b/2² എന്ന് പറയുന്നത് 5/2². ഇതിനെയാണ് നമുക്ക് ഇക്വേഷന്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് കൂട്ടേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? x² പ്ലസ് 5x പ്ലസ് b/2² ഈക്വൽ ടു 24 പ്ലസ് b/2². അതായത് x² പ്ലസ് 5x പ്ലസ് 5/2² ഈക്വൽ ടു 24 പ്ലസ് 5/2² എന്ന ഇക്വേഷൻ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഈ ഇക്വേഷനെ മാറ്റി എങ്ങനെ എഴുതണം? x പ്ലസ് b/2² ഈക്വൽ ടു c പ്ലസ് b/2². ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. എങ്ങനെയാണ്? x പ്ലസ് b എത്രയാണ്? 5. 5/2² ഈക്വൽ ടു ഇവിടെ c എത്രയാണ്? 24 പ്ലസ് b/2² എന്ന് പറയുന്നത് 5/2². ഇനി അവസാനത്തെ സ്റ്റെപ്പ്. ഈ ഇക്വേഷനിൽ നിന്നും x കണ്ടുപിടിക്കേണ്ട മാർഗം എങ്ങനെയാണ്? x പ്ലസ് 5/2 ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് ഇക്വേഷന്റെ എതിർവശത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? √24 പ്ലസ് 5/2². ഇനി എക്സിനെ മാത്രം ഇടത് ഭാഗത്ത് സമവാക്യത്തിന്റെ ഇടതു ഭാഗത്ത് നിർത്തും. അപ്പോൾ പ്ലസ് 5/2 പ്ലസ് 5/2 ഇക്വേഷന്റെ വലതു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് 5/2 എന്താവും? -5/2. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √24 പ്ലസ് 5/2² മൈനസ് b/2 അതായത് 5/2 എന്ന് കിട്ടും. ഈക്വൽ ടു ഇനി നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. പ്ലസ് ഓർ മൈനസ് √24 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 2ന്റെ സ്ക്വയർ 4. അപ്പോൾ എന്ത് വരും? 25/4 മൈനസ് 5/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്കറിയാം a/b പ്ലസ് c/d എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ? a × d പ്ലസ് c × b ഡിവൈഡഡ് ബൈ b × d. a × c പ്ലസ് a × d പ്ലസ് c × b ഡിവൈഡഡ് ബൈ b × d. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 24 നമുക്ക് 24/1 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 24 × 4 പ്ലസ് 25 × 1 ബൈ 1 × 4 മൈനസ് 5/2
ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 24 ഇൻറ്റു 4 എത്രയാണ്? 96 പ്ലസ് 25 ഇൻറ്റു 1 25 ബൈ 1 ഇൻറ്റു 4 4 മൈനസ് 5/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 96 പ്ലസ് 25 എത്രയാണ്? 121 ബൈ 4 മൈനസ് 5/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 121 റൂട്ട് എത്രയാണ്? റൂട്ട് 121 എത്രയാണ്? 11 ആണ്, അഥവാ പ്ലസ് ഓർ മൈനസ് 11 ആണ്. അതേപോലെ റൂട്ട് 4 പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പോൾ ഉത്തരം പ്ലസ് ഓർ മൈനസ് 11/2 മൈനസ് 5/2. ഇനി ഇവിടെ എക്സിന് 2 വാല്യൂസ് ഉത്തരങ്ങളായിട്ട് വരും. ഒന്നാമത്തെ ഉത്തരം മൈനസ് 11/2 മൈനസ് 5/2. രണ്ടാമത്തെ ഉത്തരം പ്ലസ് 11/2 മൈനസ് 5/2. അതായത് എക്സ് ഈക്വൽ ടു മൈനസ് 11/2 മൈനസ് 5/2 എന്നൊരു ഉത്തരം. അതുപോലെ എക്സിന് അടുത്ത ഉത്തരവോ ഇവിടെ പ്ലസ് ഓർ മൈനസ് 11/2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്ലസ് 11/2 മൈനസ് 5/2. ഇങ്ങനെ 2 ഉത്തരങ്ങൾ എക്സിന് വരും. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മൈനസ് ചെയ്യാം. മൈനസ് 11 മൈനസ് 5 എത്രയാണ്? മൈനസ് 16 ബൈ 2. ഇനി 16ന്റെ പകുതി എത്രയാണ്? 8. അപ്പോൾ മൈനസ് 8. എക്സിന്റെ ഒരു ഉത്തരം എത്രയാണ്? മൈനസ് 8. ഇനി 11 5 പോയാൽ എത്രയാണ്? 6. 6/2. 6ന്റെ പകുതി എത്രയാണ്? 3. അപ്പോൾ 5x² പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0 എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന്റെ എക്സിന്റെ വാല്യൂസുകൾ ഏതൊക്കെയാണ്? ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് 8ഉം രണ്ടാമത്തെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 3ഉം. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വാല്യൂസുകൾ കണ്ടുപിടിച്ചത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിക്കുന്നത്. ഇഫ് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 but a not equal to 0, then x equal to minus b plus or minus root of b² minus 4ac by 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യം. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ എക്സാമ്പിൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 5x² പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാം കൃതി സമവാക്യം 5x² പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യം എന്താണ്? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും എ ബി സി എന്നിവയുടെ വാല്യൂസ് കാണാം. എ എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ് ആണ്, അത് എത്രയാണ്? 5. ഇനി ബി എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, അത് എത്രയാണ്? 25. സി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരു നമ്പർ മാത്രമായിട്ട്, വേരിയബിളോ ചരമൊന്നും ഇല്ലാതെ ഒരു നമ്പർ മാത്രമായിട്ട് നിൽക്കുന്ന വാല്യൂ ആണ് സി. സി ഈക്വൽ ടു ഇവിടെ 120 എന്ന് പറയുന്നത്
മൈനസ് 120. അപ്പൊ അതുപോലെ തന്നെ എഴുതണം, മൈനസ് 120. ഇനി നമ്മുടെ ഇക്വേഷനിൽ വാല്യൂസുകൾ ഇട്ട് കൊടുക്കാം. മൈനസ് അതുപോലെ എഴുതി. പി എത്രയാണ്? 25. പ്ലസ് ഓർ മൈനസ് റൂട്ട് പി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? 5. സി എത്രയാണ്? മൈനസ് 120. മൈനസ് ഇടാൻ മറന്നു പോകരുത്. ബൈ 2a എത്രയാണ്? 2 ഇൻറ്റു 5 ഈക്വൽ ടു മൈനസ് 25 പ്ലസ് ഓർ മൈനസ്. ആദ്യം തന്നെ ഈ റൂട്ടിന്റെ ഉള്ളിലുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. ഇനി 4 ഇൻറ്റു 5 എത്രയാണ്? 20. 20 ഇൻറ്റു 120 എത്രയാണ്? 2400. അപ്പോൾ 4 ഇൻറ്റു 5 20 ആണ്. 20 ഇൻറ്റു മൈനസ് 120 എത്ര വരും? മൈനസ് 2400 ബൈ 2 ഇൻറ്റു 5 എത്രയാണ്? 10 ഈക്വൽ ടു മൈനസ് 25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ 625 മൈനസ് 2400. ഈ മൈനസും വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അത് പ്ലസ് ആവും. അപ്പോൾ 625 പ്ലസ് 2400 എത്രയാണ്? 3025 ബൈ 10. ഇനി റൂട്ട് ഓഫ് 3025 എത്രയാണ്? 55. അതായത് 55ന്റെ സ്ക്വയർ ആണ് 3025 എന്ന് പറയുന്നത്. ഈക്വൽ ടു മൈനസ് 25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3025 എത്രയാണ്? 55 ബൈ 10. ഇവിടെ എക്സിന് 2 സൊല്യൂഷൻസ് ഉണ്ടാവും. എക്സ് ഈക്വൽ ടു മൈനസ് 25 മൈനസ് 55 ബൈ 10ഉം അതുപോലെ എക്സ് ഈക്വൽ ടു മൈനസ് 25 പ്ലസ് 55 ബൈ 10ഉം. ഇങ്ങനെ 2 സൊല്യൂഷൻസ് എക്സിനുണ്ടാവും. ഈക്വൽ ടു മൈനസ് 25 മൈനസ് 55 എത്രയാണ്? മൈനസ് 80 ബൈ 10. മൈനസ് 80 ബൈ 10 എത്രയാണ്? മൈനസ് 8. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 25 പ്ലസ് 55. 55ൽ നിന്ന് 25 പോയാൽ എത്രയാണ്? 30. 30 ബൈ 10 എത്രയാണ്? 3. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് 5x² പ്ലസ് 25x മൈനസ് 120 ഈക്വൽ ടു 0 എന്ന രണ്ടാം കൃതി സമവാക്യത്തിന്റെ സൊല്യൂഷൻസുകൾ എന്തൊക്കെയാണ്? എക്സ് ഈക്വൽ ടു -8ഉം എക്സ് ഈക്വൽ ടു 3ഉം ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2014 മുതൽ 2025 വരെ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.